കഴിഞ്ഞ ദിവസം ദ്വാരപാലകരുടെ വാതിൽ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി കേസ് ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നും ഹൈക്കോടതി ആ ഹർജി വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ദേവസ്വം ബോർഡിൻ്റെ വാദം, ഹർജിക്കാരുടെ വാദം എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ഹൈക്കോടതിയുടെ നിലപാട് എന്താണ് ഈ കാര്യത്തിൽ എന്നുകൂടെ അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിക്കവേ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് അത്തരത്തിൽ സ്വർണ്ണപ്പാളികൾ അടർത്തി മാറ്റി പുറത്തേക്ക് കൊണ്ടുപോകുന്നത്, സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അനുചിതമാണ് എന്ന തരത്തിലുള്ള നിലപാടാണ്, നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായത്. അപ്പോൾ ഇന്നെന്താണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു നിലപാട്, നിരീക്ഷണം എന്തായിരിക്കുമെന്ന് അറിയേണ്ടതുണ്ട്. തിയോഫിൻ കൂടെ ചേരുന്നു. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം കൊച്ചിയിൽ നിന്ന്. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനീഷ. കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ചപ്പോൾ കോടതി പ്രധാനമായും ആവശ്യപ്പെട്ടത് മഹസർ അടക്കമുള്ള രേഖകൾ ഹാജരാക്കാനായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ഹാജരാക്കി തുടർവാദം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണല്ലേ? വിനീഷ, തീർച്ചയായും. അതായത് നേരത്തെയുള്ള ഹർജി അതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് ഈ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയ ആ പണി കഴിഞ്ഞതിന് ശേഷം ഈ സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിക്കാനുള്ള അനുമതി കോടതി നൽകുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പഴയ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ അറിയിക്കണമെന്ന് ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ദേവസ്വം ബെഞ്ചാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി കേൾക്കുന്നത്. ഇന്ന് ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഇന്ന് മറ്റ് വിശദാംശങ്ങൾ നൽകണമെന്ന് ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ഇന്ന് കോടതിയിൽ പറയുന്ന വിവരങ്ങൾ നിർണായകമായിരിക്കും. 2019 മുമ്പുണ്ടായിരുന്ന സ്വർണ്ണ ആഭരണത്തെക്കുറിച്ച്, കാരണം നേരത്തെ തന്നെ സ്വർണ്ണപ്പാളി, ചെമ്പ് പാളിയിൽ സ്വർണം പൊതിഞ്ഞതാണ്. അതിൽ സ്വർണം എത്രത്തോളം ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു രീതികൾ എന്ന വിവരങ്ങൾ കൂടി അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ അതിൻ്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി തിരിച്ചെത്തിക്കാനുള്ള അനുമതിയും നൽകിയിട്ടുണ്ട്. കാരണം ഇതിനെയൊക്കെ എതിർത്ത് വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. ദേവസ്വം വിജിലൻസ് സൂപ്രണ്ട് തയ്യാറാക്കിയ രേഖകൾ കോടതി പരിശോധിക്കുകയും ചെയ്തു. അതിനുശേഷം അതിൽ നിന്ന് കോടതിക്ക് വ്യക്തമായത് 1999 മുതൽ ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾക്ക് ഈ സ്വർണ്ണാഭരണം ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ചെമ്പിന് മുകളിൽ സ്വർണം പൊതിഞ്ഞാണ്, അല്ലെങ്കിൽ ചെമ്പ് പാളിയുടെ പ്രതലത്തിൽ സ്വർണം പൊതിഞ്ഞതാണ് ഈ സ്വർണ്ണപ്പാളി എന്ന് പറയുന്നത്. 2019 അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയിരുന്നു. ആ പാളികളിൽ സ്വർണം ഉണ്ടായിരുന്നോ എന്ന കാര്യം ഈ ദേവസ്വം ബോർഡിൻ്റെ രേഖകളിൽ വ്യക്തമായിട്ടില്ല എന്നാണ്. അക്കാര്യത്തിൽ കൂടി വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും രാവിലെ തന്നെ ഹർജി ഇന്ന് പരിഗണിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം.